അപ്പോൾ ഇനി നമ്മൾ നേരെ മുംബൈയിലേക്ക് പോകുന്നു. പിറന്നാൾ ആഘോഷം, വിവാഹ വാർഷികം, അങ്ങനെ പലതരം ഒത്തുകൂടലുകൾക്കായി മുംബൈയിൽ യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ ഒരിടത്തേക്കാണ് അടുത്ത യാത്ര. പപ്പിക്കഡിൽ എന്ന വ്യത്യസ്തമായ ഒരു ഡോഗ് കഫേ മുംബൈയിലെ ബാന്ദ്രയിലുണ്ട്. ആഘോഷങ്ങൾ മാത്രമല്ല, നായ്ക്കളെ സ്നേഹിക്കുന്ന കവിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കേന്ദ്രമാണ് ഇവിടം. ഏതായാലും ആ വ്യത്യസ്തമായ കാഴ്ച നമുക്കൊന്ന് കണ്ടുവരാം. നമസ്കാരം. തിരക്ക് പിടിച്ച മുംബൈയിലെ ട്രാഫിക്കൊക്കെ ഇങ്ങനെ മറികടന്ന് നമ്മളൊരു യാത്ര ഇങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന ഇടത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് ആമുഖമായി മുംബൈയിൽ താമസിക്കുന്ന ആളുകൾ പലരും വലിയ മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതെന്തായാലും അത്തരം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റിയ ഒരിടത്തെക്കുറിച്ച് നേരത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൽ ഒരു റിപ്പോർട്ട് നമ്മൾ നൽകിയതാണ്. റേജ് റൂമുകളെ കുറിച്ച്, അതായത് കുപ്പികളും മറ്റും തല്ലിപ്പൊളിച്ച് ആ ദേഷ്യം ഇല്ലാതാക്കുന്ന രീതി. ഇത്തവണ നമ്മൾ മറ്റൊരിടത്തേക്ക് പോകുന്നു. ഇതേപോലെ മനസ്സിലെ എല്ലാ സമ്മർദ്ദവും ഇറക്കി വെക്കാൻ പറ്റുന്ന ഇടം. പക്ഷേ അവിടെ നമ്മളെ സഹായിക്കുന്നത് കുറച്ച് മൃഗങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നായസ്നേഹികൾ ഏതായാലും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരിടത്തേക്കാണ്, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരിടത്തേക്ക് നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. പപ്പി കടലിന് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു നല്ല ഒരു വൈബാണ്. ഒരു പിറന്നാൾ ആഘോഷം ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ പിറന്നാൾ ആഘോഷ കാഴ്ചകളോടൊപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. പപ്പിക്കടലിൽ നമ്മൾ വന്നപ്പോൾ ആദ്യം കാണുന്നത് ഒരു പിറന്നാൾ ആഘോഷമാണ്. ഈ പിറന്നാളുകാരൻ എന്നോടൊപ്പം ഉണ്ട്. വലിയ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. How was the experience? Truly saying, it was amazing over here. My birthday celebration, I was never expecting this type of celebration over here. It was been good and nicely. All puppies are so friendly over here that I can't believe them. So I just wanted to adopt someone over here now. പല ഇനത്തിലുള്ള ഏതാണ്ട് 45ഓളം നായ്ക്കളാണ് ഇവിടെ ഉള്ളത്. അത് പല പ്രായത്തിലുള്ളതുണ്ട്. പല മുന്തിയ ഇനങ്ങളെയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ ഫ്ലോറിൽ ഞാൻ മാത്രമല്ല, ഇതുപോലെ പല ആളുകളുണ്ട്. കുടുംബമായി വന്നിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, അങ്ങനെ പല ആളുകൾ വന്ന് അവരുടെ കുറച്ച് സമയം, ഏതാണ്ട് 1-2 മണിക്കൂർ അവർക്ക് മാനസികമായി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, അതും അവർ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ. ഇവരെയൊന്നും പണം കൊടുത്ത് ഇവിടെ വാങ്ങിക്കൊണ്ടു വന്നതല്ല എന്നതാണ് ഈ സ്ഥാപന ഉടമ നമ്മളോട് പറഞ്ഞത്. ഇതൊക്കെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളാണ്. അതായത് മുംബൈയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ചെറിയ ഫ്ലാറ്റുകളും മറ്റുമാണ് ആളുകൾ താമസിക്കുന്നത്. അവർ ആഗ്രഹിച്ച് നായയൊക്കെ വാങ്ങും. പക്ഷേ അതിനെ പിന്നീട് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരികയും അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ മതിയെന്ന് കരുതുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട, അവർക്ക് നോക്കാൻ വയ്യാതെ ഉപേക്ഷിച്ച നായ്ക്കളെയാണ് ഇവർ ഏറ്റെടുക്കുന്നത്. സൗജന്യമായി ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അവർക്ക് കിട്ടേണ്ട സ്നേഹം ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്.
ഇവിടുത്തെ ഏറ്റവും കുഞ്ഞ് അതിഥിയാണ് കേട്ടോ. ഇത് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ പ്രായം. യോർക്ക്ഷയർ ടെറിയർ എന്നതാണ് ഇതിൻ്റെ ഇനം. വാലന്റിനോ എന്നതാണ് പേര്. ഒരു കുഞ്ഞു പട്ടി. ഏതായാലും ഇവിടെ നമുക്ക് ഒരു മലയാളിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അജിത്ത്. എവിടെയാണ് അജിത്ത്? നാട്ടില് ചങ്ങനാശ്ശേരിയാണ്. ഓക്കെ അജിത്ത്, എങ്ങനെയുണ്ട് അനുഭവം ഇവിടുത്തെ? Very good. It's totally different, na? It's so not with. ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? Every day first time. Chumma, something different. ഓക്കെ Some furry friends. ഓക്കെ. We've been thinking of getting a dog for a while, so we thought this is the best place to come and see if we can. യെസ്, അതൊരു പോയിന്റാണ് കേട്ടോ. കാരണം ഇവിടെ അഡോപ്ഷൻ ഫെസിലിറ്റി കൂടി ഉണ്ട്. അതായത് ഇതുപോലെ ആളുകൾ ഉപേക്ഷിച്ച് എത്തുന്ന നായ്ക്കളെ ഇവരെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, അതിൽ ആ നായ്ക്കളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അത് ഇവർ പറയുന്ന രീതിയിൽ അതിനെ നന്നായി നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇയാൾ ഇറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് എഴുന്നേൽക്കാൻ. ഇതാ മറ്റൊരു മലയാളിയെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതാ സൂരജ്. രസമുണ്ടല്ലേ ഇവിടെ ആംബിയൻസ്? ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടേക്ക് ആളുകൾക്ക് വരാൻ വേണ്ടി കഴിയുക. ബുക്ക് ചെയ്യാം, ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടും അതിൻ്റെ ബുക്കിംഗ് ചെയ്യാം. ഓരോ മണിക്കൂർ കൂടുന്ന സ്ലോട്ടാണ്. അതിനൊപ്പം തന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ പിറന്നാൾ അല്ലെങ്കിൽ ഈ പ്രണയിക്കുന്ന ആളുകൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡേറ്റ് പോലെ അത്തരം സംവിധാനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈയിലെ പപ്പി കടലിൽ നിന്നുള്ള കാഴ്ചകൾ. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുകയാണ്. മുംബൈയിലെ കാഴ്ചകൾ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഏതായാലും മുംബൈയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അത്. ഇതിനു മുമ്പ് നമ്മൾ അവിടെ നിന്നുള്ള വെറൈറ്റി കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഏതായാലും മൃഗസ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്നിടം. അങ്ങനെ ആരാലും ഉപേക്ഷിക്കപ്പെടുന്ന നായ്ക്കൾക്ക് ഒരുപാട് പേരുണ്ടാകും. സന്തോഷമുള്ള കാര്യമാണ് അവരെ താലോലിക്കാൻ, സ്നേഹിക്കാനൊക്കെ.